പറയുന്നത്? അധികൃതർ പറയുന്ന ആദ്യം ഇവർ പറയുന്നു വിവരാവകാശം വെച്ചിട്ട് ഇപ്പം പറഞ്ഞു നടി പഞ്ചായത്ത് അങ്ങനെ കുഴക്കണ്ട അടിച്ചിട്ടില്ലെന്നോ. അടിച്ച സ്ഥലത്ത് ഇവർ പറയുന്നത് അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രേഖാമൂലം അതിൻ്റെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അവർ സംഭവിച്ചു 6 ലക്ഷം രൂപ അനുവദിച്ചെന്നും 1 ലക്ഷം രൂപ അതിൻ്റെ അണ്ടർ വാട്ടർ അതോറിറ്റിക്ക് മറ്റേ കെട്ടിവെച്ചെന്നും. പിള്ളേർ നടക്കുന്ന സ്ഥലമാണ് ഇതൊന്ന് സീൽ ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു സീൽ ചെയ്തെന്ന് പറഞ്ഞു. അതിന്റെ പുറത്തൊരു കല്ലും വെച്ചിട്ട് ഒരു ചാക്കും എടുത്ത് വിരിച്ചിട്ടുണ്ട്. നടന്നല്ല 6 ലക്ഷം രൂപ ഈ കൊള്ള അടിച്ചു എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 7 ലക്ഷത്തി ചില്ലറ രൂപ വേറെ ഫണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മോട്ടോർ പേര്. നടുവിൽ പഞ്ചായത്തിലെ പുല്ലമ്പരം പ്രദേശത്താണ് ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കുഴൽ കിണർ നിർമ്മിച്ചു. ആ കുഴൽ കിണറിന്റെ നിലവിലത്തെ അവസ്ഥ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തും. മാത്രമല്ല ആ കുഴൽ കിണർ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടും അഴിമതിയും നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാർ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഏജനറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ്. എന്താണ് ഈ കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ പ്രവർത്തനവും അതിന്റെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഇത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശം, മലമ്പ്രദേശമാണ് ഇവിടെ. പലരും ഈ പാലൊക്കെ നെട്ടാക്കാടുന്ന മലയുടെ മുകളിൽ നിന്നാണ് പൈപ്പ് വെള്ളം വെച്ച് ഒരു ഫെബ്രുവരി മാസം വരെ ഇവിടെ വെള്ളം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. അവർ 10 വർഷം മുമ്പ് റോഡ് സൈഡിൽ ഒരു കുഴക്കണ്ട അടിച്ചു. ഇഷ്ടംപോലെ വെള്ളം കുഴക്കണ്ട 10 കൊല്ലം അടിച്ചതല്ലാണ്ട് അതിനകത്ത് വേറെ നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ഹാൻഡ് പമ്പ് അവർ സെറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ നല്ല കുടുംബമെല്ലാം ആകുമ്പോൾ ഹാൻഡ് പമ്പ് അടിക്കും. താഴെ വീടുകളിലേക്ക് പൈപ്പിൽ ഹാൻഡ് പമ്പ് അടിച്ചിട്ട് ബക്കറ്റ് വെള്ളം ചാടിച്ചിട്ട് വലിച്ചു പോയി എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഇതിന് ഒരു മോട്ടർ വെക്കണം, പമ്പ് സെറ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്ത് അവർ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു പുതിയ കുഴൽക്കിണർ അടിക്കാനായിട്ട് ഇവരോട് വരുന്നു. വന്ന് പിന്നെ പഞ്ചായത്തിന് കായപ്പെടുത്തിൽ ചേട്ടൻ 1 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് എഴുതി കൊടുത്താൽ കുഴലടിക്കാനും മോട്ടർ വെക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. അവർ അവിടെ വന്നിട്ട് ഈ കുഴൽക്കിണർ അടിച്ചു എന്ന രീതിയിൽ ഒരു 10-30 മീറ്റർ താഴ്ന്നുണ്ടാവും. താഴ്ന്നു അടിച്ചിട്ട് അവർ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടാൻ സാധ്യത ഇല്ല എന്നും പറഞ്ഞിട്ട് ഇവർ പണി നിർത്തിയിട്ട് അവരങ്ങ് പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം വാർഡ് മെമ്പർ അടക്കം വന്നിട്ട് അതിനകത്തൊരു പൈപ്പ് ഇറക്കുന്നു ഈ കുഴലിനകത്ത്. വെള്ളം 30 മീറ്ററോളം താഴ്ത്തിയിട്ട് ഇട്ടിട്ട് പോയ കുഴലിനകത്ത് പറമ്പോടൊന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ പൈപ്പ് ഇറക്കുന്നത്? അതൊന്നുമില്ല, ഒന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് അവർ ഈ മോട്ടർ ഇറക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് 6 ലക്ഷം രൂപ അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ വീണ്ടും ഒരു പരാതി കൊടുത്തിട്ട് നേരത്തെ ഞങ്ങൾ ഹാൻഡ് പമ്പ് വെച്ചിരുന്ന ഇവർ അന്ന് അഴിച്ചു മാറ്റി കളഞ്ഞു. ആ ഒരു കൊല്ലം കഴിഞ്ഞ വർഷം വേനക്ക് ആർക്കും ആ കുഴലിൽ നിന്ന് പഴയ കുഴക്കുന്ന വെള്ളം എടുക്കാൻ പറ്റിയില്ല. പുതിയ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുന്നുണ്ടോ? പുതിയ കുഴൽക്കിണർ താത്തിയിട്ടില്ല. താത്തി എന്ന് പറഞ്ഞാൽ 30 മീറ്ററോളം താത്തിയിട്ട് അവർ പറയുന്നു ഇതിനകത്ത് വെള്ളം കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അവർ പണി അങ്ങ് നിർത്തിയിട്ടിനകത്താണ് ഇവർ പൈപ്പ് ഇറക്കി കാണിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി വിടുന്നു. പഴയതില്ല പഴയതിൻ്റെ ഹാൻഡ് പമ്പ് അടിച്ചു മാറ്റി അത് ഒരു അടച്ചു വെച്ചു അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിനെതിരെ വിജിലൻസിൽ ഞങ്ങൾ പരാതിപ്പെടുമെന്ന് പറഞ്ഞ് പരാതി കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരൊരു പുതിയ ഫണ്ട് ഇട്ടിട്ട് അതിൻ്റെ അടപ്പ് തുറന്ന് മോട്ടർ വെച്ചിട്ട് ഒരു 7 ലക്ഷം രൂപയുടെ വേറൊരു ഫണ്ട് ഇട്ടിട്ട് ആണ് ഇപ്പോൾ ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനു മുമ്പ് ഈ കുഴൽ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് 6 ലക്ഷം രൂപ വേറൊരു ഫണ്ടിൽ അവർ എടുത്തുകൊണ്ട് പോയി. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 30 മീറ്റർ താത്തി പിന്നെ അതിനകത്തൊരു പൈപ്പ് ഇറക്കി കാണിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വാർഡ് മെമ്പറുടെ സ്ഥാനത്തിലാണ് നിന്നിട്ട് അത് എടുത്തുകൊണ്ട് പോയി. നിങ്ങളിത് പരാതിയും അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടുന്ന് അധികൃതർ എന്താ പറയുന്നത്? അധികൃതർ പറയുന്ന ആദ്യം ഇവർ പറയുന്നു വിവരാവകാശം വെച്ചിട്ട് പിന്നെ ഒരാൾ ഇതിൻ്റെ കൊടുത്തു പറഞ്ഞു നടി പഞ്ചായത്ത് അങ്ങനെ കുഴൽക്കിണർ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അടിച്ച സ്ഥലത്ത് ഇവർ പറയുന്നത് അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രേഖാമൂലം അതിൻ്റെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അവർ സംഭവിച്ചു 6 ലക്ഷം രൂപ അനുവദിച്ചെന്നും 1 ലക്ഷം രൂപ അതിൻ്റെ അണ്ടർ വാട്ടർ അതോറിറ്റിക്ക് മറ്റേ കെട്ടിവെച്ചെന്നും എന്നും പറഞ്ഞുകൊണ്ട് അത് ഉപയോഗമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു കല്ല് വെച്ച് അടച്ചു വെച്ചേക്കുന്ന ഒരു കുഴൽ ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ അത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ പിന്നെ കുഴലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് പറഞ്ഞു. എന്നാൽ വെള്ളം എടുത്തുകൊണ്ടിരുന്ന കുഴൽക്കിണറിൽ അവർ ഹാൻഡ് പമ്പ് ഊരി മാറ്റിയിട്ട് അടപ്പ് വെച്ച് സീൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് വലിയ ക്രമക്കേട് നടന്നല്ല 6 ലക്ഷം രൂപ ഈ കുഴൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു 7 ലക്ഷത്തി ചില്ലറ രൂപ വേറെ ഫണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മോട്ടോർ പേര് ഈ പമ്പ് വെച്ചിട്ട് പഴയ കുഴൽക്കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിച്ചു. എന്താണ് ഇതിന്റെ ഒരു നിർമ്മാണത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് എനിക്ക് പറയാനുള്ളത്, ഇത് ഏകദേശം ഒരു 10 വർഷം മുൻപ് ഒരു കുഴൽക്കിണർ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ വഴി സൈഡിൽ ഒരു കുഴൽക്കിണർ അടിക്കുകയും അതിന് മോട്ടോർ വെക്കാമെന്നും പറഞ്ഞ് അവർ അന്ന് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ആ ഹാൻഡ് പമ്പ് അവർ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് ഏകദേശം അതൊരു 8 വർഷത്തോളം ഇവിടെയുള്ള ഒരു 10-15 വീട്ടുകാരും ഈ ഹാൻഡ് പമ്പ് അടിച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ ഇവിടെ 2ാം പ്രാവശ്യം ഇവിടെ ഒരു എന്താ പറയണ്ട 1 വർഷം കഴിയൂലേ, 1 വർഷം കഴിഞ്ഞു. അതിന് മുമ്പ് ഇവിടെ വന്ന് ഈ ഞാൻ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട്
1 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്തിട്ട് കൊണ്ടിട്ട് ഇവിടെ കുഴലടിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഈ കുഴലടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അത് നിങ്ങൾക്കതൊരു ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഇപ്പം ഇവിടെ ഈ വീടിൻ്റെ മുകളിൽ അടിക്കുവാണെന്നും പറയില്ല, എനിക്കത് ഗുണപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ താഴത്തെ കിണറ്റിൽ വെള്ളം ഉണ്ടല്ലോ, പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ താത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്തായാലും അവിടെ ഇവിടെ വീണ്ടും അവർ താത്തി 120 അടിയോളം താത്തി. 120 അടി താത്തിയപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ ചെളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാൻ പറ്റുകയില്ല. ഞാനത് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ആ മണ്ണ് മുഴുവൻ തോണ്ടി കളഞ്ഞ് വണ്ടി പോകാൻ പരുവത്തിലാക്കി. എന്നിട്ട് ഇതിനകത്ത് അവർ പൈപ്പ് ഇറക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ചോദിച്ചു ഈ വെള്ളം കിട്ടാത്ത ഈ കൺസ്ട്രക്ഷൻ നിങ്ങൾ എന്തിനാ ഈ പൈപ്പ് ഇറക്കുന്നതെന്ന് ചോദിച്ചു. അവരതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. എന്തിനുള്ള ഫോട്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ആ കുഴൽക്കിണർ ഇപ്പോഴും അടിച്ചോലെ അന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പിള്ളേർ നടക്കുന്ന സ്ഥലമാണിത്, ഇതൊന്ന് സീൽ ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു സീൽ ചെയ്തെന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്തൊരു കല്ലും വെച്ചിട്ട് ഒരു ചാക്കും എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു കിടപ്പുണ്ട്. ഇപ്പോഴും അത് തുറന്ന അവസ്ഥ തന്നെ കിടക്കുന്നത്. അവർ സീല് വെച്ചിട്ട് പോയത് താഴത്തെ ഞങ്ങൾ കുടിച്ചോണ്ടിരുന്ന കുഴൽക്കിണറിന് സീല് വെച്ചിട്ട് പോയി. എന്നാൽ 2ാം പ്രാവശ്യം പിന്നെ ഇതിന് അനുവദിച്ച ഫണ്ട് എല്ലാം പോയി. 2ാം പ്രാവശ്യം പിന്നെ വേറെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മോട്ടറും വെച്ച് ഈ ടാങ്കും വെച്ച് ആക്കിയെടുത്തത്. ഇതാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കുഴൽക്കിണർ നിർമ്മാണത്തെ സംബന്ധിച്ച ക്രമക്കേടും അതുപോലെ തന്നെ അതിന് പിന്നിലെ കളികളുമാണ് നാട്ടുകാർ തുറന്നു പറയുന്നത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഇത്തരം പദ്ധതികളെ കാണുന്ന തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന നാട്ടുകാരാണ്. അവർക്കിടയിലേക്ക് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടാകും. പക്ഷേ അത് പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്ന് മാത്രമല്ല, ചോദിക്കുമ്പോൾ വിശദീകരണം ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളും ലഭിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. പുല്ലവനത്ത് നിന്ന് അഫ്ലഹിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.